കുവൈറ്റിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വേദനകളോട് പങ്കുചേർന്നുകൊണ്ട് കുറേ നാളുകൾ കുവൈറ്റിൽ മലയാളികളുടെ കൂടെ കഴിയാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ കമ്പനിയിലെ കുറേ വ്യക്തികളെ നേരിട്ട് അറിയാവുന്ന ഒരു സാഹചര്യം എനിക്ക് ദൈവം തന്നിരുന്നു. മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന വേദനകൾ ഇന്ന് മലയാളികളായിട്ടുള്ള സംഘടനകൾ കുവൈറ്റിൽ അവരുടെ ഹൃദയം നീറുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം അത്രമാത്രം ഒത്തൊരുമയോടും കൂട്ടായ്മയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് കുവൈറ്റ്. എല്ലാ മലയാളി സംഘടനകളിലും ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ എന്തുമാത്രം എല്ലാം പങ്കിട്ടും കഷ്ടപ്പെട്ടും കഴിയുമ്പോഴും സങ്കടങ്ങളൊക്കെ പങ്കിടുന്ന ആ കുവൈറ്റിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. എല്ലാ സങ്കടങ്ങളും നമുക്കെങ്ങനെ സംഭവിക്കുന്നു എന്ന് പലപ്പോഴും പലതും തിരിച്ചറിയില്ല. എത്രയുള്ളൂ നമ്മുടെ ജീവിതം. KG അബ്രാഹിം എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ കമ്പനിയിലെ പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം ദൈവവിശ്വാസത്തോടും മനുഷ്യ സ്നേഹത്തോടും എന്തുമാത്രം അലിഞ്ഞു ചേർന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം തൻ്റെ പ്രവർത്തകരെ നെഞ്ചോട് ചേർത്തിക്കുന്ന മനുഷ്യൻ്റെ ആ കമ്പനിയിൽ ഇത് സംഭവിച്ചു നിൽക്കുമ്പോൾ വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേദനകളോടും കൂടെ ഞാൻ പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വേദനിക്കുന്നുണ്ടാകും. കാരണം ഒരിക്കലും ഒരു ചെറിയ വേദന പോലും തൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് KG അബ്രാഹിം. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ തിരിച്ചു കിട്ടാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവിടെ പ്രവർത്തകരൊക്കെ കുറേ, ഞാൻ അവരുടെയൊക്കെ ആ കൂട്ടായ്മകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ഈ കമ്പനിയിലെ അവർക്ക് എത്ര ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്ന മനുഷ്യർ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന, ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുക. ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെയാണ് ജീവിതം പ്രിയമുള്ളവരെ. നഷ്ടപ്പെട്ടു പോകാൻ നിമിഷങ്ങൾ മാത്രം മതി. ഇവിടെ നമ്മളെ വേദനിപ്പിക്കുന്നത് എങ്ങനെയോ സംഭവിച്ച ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന വേദന മലയാളികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. എനിക്കറിയാം, ഇപ്പോൾ അവിടെയുള്ള മലയാളികളെ സംഘടനകളെ കൂട്ടി നടക്കുന്നുണ്ടാകും. എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും കുവൈറ്റിലുള്ള എല്ലാ മലയാളി അസോസിയേഷൻ കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണ്. ആ നന്മ ഞാൻ അനുഭവിക്കുകയാണ്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ദുരന്തം അവരുടെ ജീവിതത്തിൽ ആകസ്മികമായി വന്നപ്പോൾ ദൈവമേ, അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കണേന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്താൻ ദൈവം ഉണ്ടാകും, മനുഷ്യരുണ്ടാകും. എല്ലാ നല്ല മനുഷ്യരും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ദുരന്തങ്ങൾ നമുക്കറിയില്ല, അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ ചെന്ന നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ച ദുരന്തം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവർ. പക്ഷേ അപ്രതീക്ഷിതമായ സമയത്ത് വരുന്ന ഈ മരണമുണ്ടല്ലോ, അവരുടെ മനസ്സിൽ എന്തോ ഒരു വേദന അനുഭവിച്ചു കാണും. അവരോടൊക്കെ നമ്മൾ ഉൾച്ചേരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾ തളരരുത്. മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾക്ക് പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. കുവൈറ്റിലെ മലയാളികളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരാൻ ആർക്കും കഴിയില്ല. പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് തരണമേ എന്ന നാനാജാതി മതസ്ഥരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്
മരണത്തിൻ്റെ മുമ്പിൽ മതം ഇല്ല കേട്ടോ. രോഗത്തിൻ്റെ മുമ്പിൽ മരണമില്ല. നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകൂ. ഈ വണ്ടി എപ്പോഴാണ് നിൽക്കുക, ഏത് സ്റ്റേഷനാണ് നിൽക്കുക എന്ന് പോലും നമുക്കറിയില്ല. എങ്കിലും അവരുടെ ആ മരണസമയത്തെ അവസ്ഥ ഞാൻ ഓർത്തുപോയി. അതുപോലെ ആ വാർത്ത കേട്ടപ്പോൾ അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച പ്രയാസം എല്ലാവരും ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങൾ ഞാനും പങ്കിടുന്നു. ആ നിമിഷം തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുർബാനയിലും എൻ്റെ വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. തളരരുത്, പ്രാർത്ഥനയോടെ